നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി യുഎഇയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 1000-ൽ പരം കേസുകളാണ് യുഎഇയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. വീണ്ടും ഇത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അധികൃതർ. COVID-19 രജിസ്ട്രേഷനായുള്ള യുഎഇയുടെ ഔദ്യോഗിക അൽ ഹസൻ ആപ്പിലെ ഗ്രീൻ പാസിന്റെ സാധ്യത 30-ൽ നിന്ന് 14 ദിവസമായി കുറച്ചതായി നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നു. പ്രതിദിന കോവിഡ് നിരക്ക് അടുത്തിടെ വർദ്ധിച്ചതിനെ തുടർന്നുള്ള മുൻകരുതൽ നടപടിയായാണ് ഈ നീക്കം. ഈ മാസം 15 മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുന്ന തീരുമാനം എല്ലാ മേഖലകളിലെയും ജീവനക്കാർക്ക് ബാധകമായിരിക്കും. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ 20 മുതലാണ് തീരുമാനം പാലിക്കേണ്ടത്. യുഎഇയിലെ സർക്കാർ വകുപ്പുകളിലും മറ്റ് വേദികളിലും പരിപാടികളിലും ചടങ്ങുകളിലും പ്രവേശിക്കുന്നതിന് ഗ്രീൻ പാസ് ആവശ്യമായിട്ടുണ്ട്. എല്ലാവരുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി തന്നെ ഗ്രീൻ പാസ് സാധ്യതയിൽ നിയന്ത്രണം കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തും ആഗോളതലത്തിലും പകർച്ചവ്യാധികൾ നിരീക്ഷിക്കാനും എല്ലാ സംഭവ വികാസങ്ങളും സൂചകങ്ങളും പിന്തുടരാനും ദേശീയ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് NCEMA-യുടെ ഔദ്യോഗിക വക്താവ് ഡോക്ടർ താഹിർ അൽ അംരി വ്യക്തമാക്കി. അടുത്തിടെ പല രാജ്യങ്ങളിലും കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സമൂഹത്തിനും പൊതുജനാരോഗ്യത്തിനും ഭീഷണിയായി തീർന്ന നീക്കങ്ങൾ ആളുകളിൽ നിന്നുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് അധികൃതർ. നിർദ്ദിഷ്ട ഇടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് തുടരണമെന്ന് അൽ അംരി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. അടച്ച സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാണ്. അത് പാലിക്കാത്തത് നിയമലംഘനമാണ്. 2020-ലെ പബ്ലിക് പ്രോസിക്യൂഷൻ തീരുമാനം നമ്പർ 38 അനുസരിച്ച് നിയമലംഘകർക്ക് 3000 ദിർഹം വരെ പിഴ ചുമത്തേണ്ടി വരും. ഐസൊലേഷൻ നിയമലംഘനവും കോവിഡ് ബാധിച്ച ചിലർ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ആളുകളുടെ ഉത്തരവാദിത്തമില്ലായ്മ വൈറസ് വ്യാപനത്തിന് കാരണമായി തീരുന്നുണ്ട്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് 100%-ലധികം വർദ്ധിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. പ്രതിദിന കേസുകൾ ഈ മാസം തുടക്കത്തിൽ ഏകദേശം 450 ആയിരുന്നത് ഇന്നലെ 1300-ആയി ഉയർന്നു. ഈ വർഷം ജനുവരിയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 3000-ലേറെയായി വർദ്ധിച്ചതിനു ശേഷം ഏപ്രിലിൽ കേസുകൾ 200-ൽ താഴെ എത്തിയിരുന്നു. ഇതേ തുടർന്ന് ദിനംപ്രതി എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതേ തുടർന്നാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ യുഎഇ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.